2 രാജാക്കന്മാർ അധ്യായം 21. ഭരണമേൽക്കുമ്പോൾ മനാസേയ്ക്ക് 12 വയസ്സായിരുന്നു. അവൻ ജെറുസലമിൽ 55 വർഷം ഭരിച്ചു. ഹെപ്സീബ ആയിരുന്നു അവൻ്റെ അമ്മ. കർത്താവ് ഇസ്രായേൽ ജനത്തിൻ്റെ മുമ്പിൽ നിന്ന് ഉച്ചാടനം ചെയ്ത ജനതകളുടെ മ്ലേച്ഛാചാരങ്ങളനുസരിച്ച് അവൻ കർത്താവിൻ്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു. തൻ്റെ പിതാവായ ഹെസക്കിയ നശിപ്പിച്ചു കളഞ്ഞ പൂജാഗിരികൾ അവൻ പുനഃസ്ഥാപിച്ചു. ഇസ്രായേൽ രാജാവായ ആഹാബിനെ പോലെ അവൻ ബാലിന് ബലിപീഠങ്ങളും അക്ഷേര പ്രതിഷ്ഠയും ഉണ്ടാക്കുകയും ആകാശഗോളങ്ങളെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തു. ജെറൂസലമിൽ ഞാൻ എൻ്റെ നാമം സ്ഥാപിക്കും എന്ന് കർത്താവ് പറഞ്ഞ അവിടുത്തെ ആലയത്തിൽ അവൻ ബലിപീഠങ്ങൾ പണിതു. ദേവാലയത്തിൻ്റെ 2 അങ്കണങ്ങളിലും അവൻ ആകാശഗോളങ്ങൾക്ക് ബലിപീഠങ്ങൾ നിർമ്മിച്ചു. തൻ്റെ പുത്രനെ ബലിയർപ്പിക്കുകയും ഭാവി ഫലപ്രവചനം, ശകുനം, ആഭിചാരം, മന്ത്രവാദം എന്നിവ സ്വീകരിക്കുകയും ചെയ്തു. വളരെയധികം തിന്മ ചെയ്ത് അവൻ കർത്താവിനെ പ്രകോപിപ്പിച്ചു. ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് ഞാൻ തിരഞ്ഞെടുത്ത ജെറുസലമിലും ഈ ഭവനത്തിലും എന്നേക്കുമായി ഞാൻ എൻ്റെ നാമം സ്ഥാപിക്കും എന്ന് ദാവീദിനോടും അവൻ്റെ പുത്രൻ സോളമനോടും കർത്താവ് അരുളി ചെയ്ത അവിടുത്തെ ആലയത്തിൽ അവൻ താൻ കൊത്തിയുണ്ടാക്കിയ അക്ഷേരാ വിഗ്രഹം പ്രതിഷ്ഠിച്ചു. ഞാൻ ഇസ്രായേലിന് നൽകിയ കൽപ്പനകളും എൻ്റെ ദാസനായ മോശ അവർക്ക് നൽകിയ നിയമങ്ങളും ശ്രദ്ധാപൂർവം അനുഷ്ഠിക്കുകയാണെങ്കിൽ അവരുടെ പിതാക്കന്മാർക്ക് നൽകിയ ദേശത്ത് നിന്ന് ബഹിഷ്കൃതരാകാൻ ഞാൻ അവർക്കിടയാക്കുകയില്ല എന്നും കർത്താവ് അരുളി ചെയ്തിരുന്നു. എന്നാൽ അവർ അത് വകവച്ചില്ല. ഇസ്രായേൽ ജനത്തിന് മുമ്പിൽ നിന്ന് കർത്താവ് നശിപ്പിച്ചു കളഞ്ഞ ജനതകൾ ചെയ്തതിനേക്കാൾ കൂടുതൽ തിന്മ ചെയ്യാൻ മനാസെ അവരെ പ്രേരിപ്പിച്ചു. തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരിലൂടെ കർത്താവ് അരുളി ചെയ്തു, യൂദാ രാജാവായ മനാസെ ഈ മ്ലേച്ഛതകൾ പ്രവർത്തിക്കുകയും അമോര്യർ ചെയ്തതിനേക്കാൾ കൂടുതൽ ദുഷ്ടത ചെയ്യുകയും യൂദായെക്കൊണ്ട് വിഗ്രഹപൂജ ചെയ്യിക്കുകയും ചെയ്തതിനാൽ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ജെറൂസലമിൻ്റെയും യൂദായുടെയും മേൽ അനർത്ഥം വരുത്തും. കേൾക്കുന്നവൻ്റെ ചെവി തരിക്കും. സമറിയായുടെ അളവുകോൽ കൊണ്ടും ആഹാബിൻ്റെ ഭവനത്തിലെ തൂക്കുകട്ട കൊണ്ടും ഞാൻ ജെറൂസലമിനെ അളന്നു തൂക്കും. തുടച്ച് കമഴ്ത്തിവെച്ച പാത്രം പോലെ ഞാൻ ജെറൂസലമിനെ ശൂന്യമാക്കും. എൻ്റെ അവകാശത്തിൻ്റെ അവശിഷ്ട ഭാഗം ഞാൻ അവരുടെ ശത്രുക്കളുടെ കയ്യിലേക്ക് എറിഞ്ഞുകൊടുക്കും. ശത്രുക്കൾ അവരെ തങ്ങളുടെ ഇരയും കൊള്ളമുതലും ആക്കും. എന്തെന്നാൽ തങ്ങളുടെ പിതാക്കന്മാർ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട കാലം മുതൽ ഇന്ന് വരെ അവർ എൻ്റെ മുമ്പിൽ തിന്മ ചെയ്ത് എന്നെ പ്രകോപിപ്പിച്ചു. യൂദായെക്കൊണ്ട് കർത്താവിൻ്റെ മുൻപിൽ തിന്മ ജയിച്ചതിനു പുറമെ മനാസെ നിഷ്കളങ്ക രക്തം കൊണ്ട് ജെറുസലമിനെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നിറയ്ക്കുകയും ചെയ്തു. മനാസയുടെ മറ്റ് പ്രവർത്തനങ്ങളും അവൻ്റെ പാപങ്ങളും യൂദാ രാജാക്കളുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. മനാസെ പിതാക്കന്മാരോട് ചേർന്നു തൻ്റെ ഭവനത്തിലെ ഉസ്സായുടെ ഉദ്യാനത്തിൽ സംസ്കരിക്കപ്പെട്ടു. പുത്രൻ ആമോൻ ഭരണമേറ്റു. ഭരണമേൽക്കുമ്പോൾ ആമോന് 22 വയസ്സായിരുന്നു. അവൻ ജെറൂസലമിൽ 2 വർഷം ഭരിച്ചു. അവൻ്റെ മാതാവ് യോത്ബായിലെ ഹറൂസിൻ്റെ പുത്രിയായ മെഷുല്ലമത്ത് ആയിരുന്നു. തൻ്റെ പിതാവ് മനാസയെപ്പോലെ അവൻ കർത്താവിൻ്റെ മുൻപിൽ തിന്മ ചെയ്തു. പിതാവ് ചരിച്ച പാതകളിലെല്ലാം അവനും സഞ്ചരിച്ചു. പിതാവ് സേവിച്ച വിഗ്രഹങ്ങളെ അവനും സേവിക്കുകയും ആരാധിക്കുകയും ചെയ്തു. പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ അവൻ പരിത്യജിച്ചു. അവിടുത്തെ മാർഗത്തിൽ നടന്നില്ല. ഭൃത്യന്മാർ ഗൂഢാലോചന നടത്തി ആമോനെ സ്വഭവനത്തിൽ വെച്ച് കൊന്നു. രാജ്യത്തെ ജനം ആമോൻ രാജാവിനെതിരെ ഗൂഢാലോചന നടത്തിയവരെയെല്ലാം നിഗ്രഹിക്കുകയും അവൻ്റെ മകൻ ജോസിയായെ രാജാവായി അവരോധിക്കുകയും ചെയ്തു. ആമോൻ്റെ മറ്റ് പ്രവർത്തനങ്ങൾ യൂദാ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ.
അവനെ ഉസ്സായുടെ ഉദ്യാനത്തിലെ ശവകുടീരത്തിൽ സംസ്കരിച്ചു. പുത്രനായ ജോസിയ ഭരണമേറ്റു. Chapter 21. Manasseh was 12 years old when he began to reign, and he reigned 55 years in Jerusalem. His mother's name was Hephzibah. He did evil in the sight of the Lord, following the abominable practices of the nations whom the Lord had cleared out of the way of the Israelites. He rebuilt the high places which his father Hezekiah had destroyed. He erected altars to Baal, and also set up a sacred pole, as Ahab king of Israel had done. He worshipped and served the whole host of heaven. He built altars in the temple of the Lord, about which the Lord had said, I will establish my name in Jerusalem, altars for the whole host of heaven in the 2 courts of the temple. He immolated his son by fire. He practiced soothsaying and divination, and reintroduced the consulting of ghosts and spirits. He did much evil in the Lord's sight, and provoked him to anger. The Asherah idol he had made, he set up in the temple, of which the Lord had said to David and to his son Solomon, In this temple and in Jerusalem, which I have chosen out of all the tribes of Israel, I shall place my name forever. I will not in future allow Israel to be driven off the land I gave their fathers, provided that they are careful to observe all I have commanded them, the entire law which my servant Moses enjoined upon them. But they did not listen, and Manasseh misled them into doing even greater evil than the nations whom the Lord had destroyed at the coming of the Israelites. Then the Lord spoke through his servants the prophets, Because Manasseh king of Judah has practiced these abominations, and has done greater evil than all that was done by the Amorites before him, and has led Judah into sin by his idols, therefore thus says the Lord, the God of Israel, I will bring such evil on Jerusalem and Judah, that whenever anyone hears of it, his ears shall ring. I will measure Jerusalem with the same cord as I did Samaria, and with the plummet I used for the house of Ahab. I will wipe Jerusalem clean as one wipes a dish, wiping it inside and out. I will cast off the survivors of my inheritance, and deliver them into enemy hands, to become a prey and a booty for all their enemies, because they have done evil in my sight, and provoked me from the day their fathers came forth from Egypt until today. In addition to the sin which he caused Judah to commit, Manasseh did evil in the sight of the Lord, shedding so much innocent blood as to fill the length and breadth of Jerusalem. The rest of the acts of Manasseh, the sin he committed, and all that he did, are written in the book of the Chronicles of the kings of Judah. Manasseh rested with his ancestors, and was buried in his palace garden, the garden of Uzzah. His son Ammon succeeded him as king. Ammon was 22 years old when he began to reign, and he reigned 2 years in Jerusalem. His mother's name was Meshullemeth, daughter of Haruz of Jotbah. He did evil in the sight of the Lord, as his father Manasseh had done. He followed exactly the path his father had trod, serving and worshipping the idols his father had served. He abandoned the Lord, the God of his fathers, and did not follow the path of the Lord. Subjects of Ammon conspired against him and slew the king in his palace, but the people of the land then slew all who had conspired against King Ammon, and proclaimed his son Josiah king in his stead. The rest of the acts that Ammon did are written in the book of the Chronicles of the kings of Judah. He was buried in his own grave in the garden of Uzzah, and his son Josiah succeeded him as king.